കോഴിക്കോട് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് വീണ്ടും മോഷണം. നാദാപുരം പുറമേരിയിലെ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ഈ സംഭവത്തിൽ നാദാപുരം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് സമാന രീതിയിൽ വാണിമേലിലെ ക്ഷേത്രത്തിലെ മോഷണം നടന്നത്. 3 പേരാണ് ഇവിടെ മോഷണം നടത്തിയത്. അവരുടെ CCTV ദൃശ്യങ്ങളും പുറത്തെത്തിയിരുന്നു. പുറമേരി കുനിങ്ങാട് വടക്കേടത്ത് പുത്തൻപുരയിൽ കുടുംബക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. ഭണ്ഡാരത്തിലെ പൈസ മുഴുവൻ കള്ളൻ മോഷ്ടിച്ചു. ഇന്ന് രാവിലെ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുമുറ്റത്ത് നാണയങ്ങൾ കണ്ടതോടെ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഭണ്ഡാരം കുത്തിത്തുറന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ നാദാപുരം പോലീസിൽ ഉടനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തു നിന്ന് കത്തിയും കമ്പിപ്പാരയും രക്തം പുരണ്ട വസ്ത്രങ്ങളും കണ്ടെത്തി. അമ്പലത്തിന് പരിസരത്തുള്ള വീടിന്റെ മുറ്റത്തു നിന്നും നാണയവും രക്തം പുരണ്ട തോർത്തും കണ്ടത് അന്വേഷിച്ചപ്പോൾ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടത്. 2 ദിവസം മുൻപ് സമാന രീതിയിൽ വാണിമേലിലെ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. 3 പേരാണ് ഇവിടെ മോഷണം നടത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നാദാപുരം മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ വ്യാപകമാവുകയാണ്. ഈ 2 മോഷണങ്ങൾ കൂടാതെ വേറെയും മോഷണങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് നടന്നു. ഭണ്ഡാരങ്ങൾ കവർന്ന് പണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.